Hi dears, welcome back. ഇന്ന് നമ്മൾ നല്ലൊരു ഇഫ്താർ സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്, ചിക്കൻ ഡോണറ്റ്സ്. ഇതിനു വേണ്ടി നമുക്ക് ചിക്കൻ്റെ മസാലയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 100 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റോ ആയിട്ട് തന്നെ ആഡ് ചെയ്യാം, നമ്മൾ നഗറ്റ്സിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു റോ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു പൊട്ടറ്റോ വേവിച്ചെടുത്തതാണ്, 4 അല്ലി വെളുത്തുള്ളി, 2 ബ്രെഡ് സ്ലൈസ്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്താലും മതി. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 1 അവർ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ കയ്യിൽ സ്റ്റിക്കാവും ചെയ്യില്ല. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഈ ഡോണറ്റ് മിക്സ് ഇപ്പോൾ 1 അവർ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിൽ നിന്നും ഒരു മീഡിയം സൈസിലുള്ള ബോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കുക, നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യണ പോലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെള്ളം തടവി കൊടുക്കാം. ഇതുപോലെ റൗണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ മൂടി ഉപയോഗിച്ചിട്ടോ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഹോളാക്കി എടുക്കുക, നമുക്ക് ആ ഡോണറ്റിൻ്റെ ഷേപ്പിൽ കിട്ടാനായിട്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾ 6 ഡോണറ്റ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഡോണറ്റ്സ് കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഡോണറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പോർഷൻ നമുക്ക് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാം. അതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോ ഡോണറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ള ഡോണറ്റ്സ് കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാക്കി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അത് ഓൾ എന്ന ഓപ്ഷൻ നോട്ടിഫിക്കേഷനായിട്ട് എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം. അതുവരെ ബൈ. താങ്ക് യു.